പക്ഷേ ഒരു 3 വർഷം മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആ 3 വർഷങ്ങൾക്ക് മുൻപ്. ഉണ്ട്. അന്ന് ഞാൻ പരാജിതനായിരുന്നു, ആ ഞാൻ വിന്നറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞത് ആരും തന്നെ ഈ പറഞ്ഞ പോലെ മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ സിബിൻ്റെ കാര്യത്തിനകത്ത് ഒരു നീതി, മണിക്കുട്ടൻ്റെ കാര്യത്തിനകത്ത് വേറൊരു നീതി എന്ന് പറയുന്നത് 2 പേർക്ക് 2 നീതി ആകുന്നതിന് ഒറ്റ നീതിയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മണിക്കുട്ടന് കൊടുത്ത ട്രോഫി തിരിച്ചെടുക്കണം. ഇത് ആരെ വിടണം, എപ്പോൾ വിടണം, എങ്ങനെ വിടണം, ഏത് ഇമേജിൽ വിടണം എന്നൊക്കെ സംഘാടകർ തീരുമാനിക്കും. അയാൾക്കൊരു കുടുംബമുണ്ട് എന്ന് അയാൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടും എൻ്റെ ദേഷ്യം തീരുന്നത് വരെ എന്നെക്കുറിച്ചുണ്ടായ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടിലാണ്. അതായത് ഞാൻ പണിയൊന്നും എടുക്കില്ല. 2, പിന്നെ ഞാൻ ഭയങ്കര ക്രൂരനായിട്ടുള്ള. ഫിറോസ് അങ്ങനല്ല. ഫിറോസ് ഒരു പാവം മനുഷ്യനാണ്. ലാലേട്ടനൊക്കെ കുറേ കഷ്ടപ്പെട്ടതാണ്. പറഞ്ഞല്ലോ, ഓരോ എപ്പിസോഡിലും വന്നിട്ട് ലാലേട്ടൻ രാവിലെ വരും, എന്നെ വിളിച്ചു നിർത്തും, അങ്ങ് തുടങ്ങും, എന്തൊക്കെയോ പറയും, ഞാൻ ഇതിൻ്റെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കും. അല്ലാതെ ഒരു കോമണർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ടൈം കണ്ടെത്തിയിരുന്ന് വോട്ട് ചെയ്തോളൂ. ഇലക്ഷന് പോയിട്ട് വോട്ട് ചെയ്യുന്നില്ല മനുഷ്യൻ. ഇതൊക്കെ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് പലരായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അഖിൽ പറയുന്നതിന് മുമ്പ് തന്നെ സത്യത്തെ പറഞ്ഞത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. റോബിൻ ഷോയ്ക്കകത്തിരുന്ന് തന്നെ പറഞ്ഞല്ലോ, ഈ ഷോയ്ക്കകത്ത് ഉടായ്പ പ്രശ്നങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽസ്, കുറേയേറെ യൂട്യൂബ് ചാനൽസ് ഒരുമിച്ച് ആർക്കെതിരെ എന്ത് പറയണം എന്ന് ചിലർ തീരുമാനിക്കും. നമസ്കാരം ഫിറോസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ചോദിക്കാനല്ല ഈ വന്നത്. അതിന് കുറച്ച് വിവാദങ്ങൾ വേണം, ഒരിച്ചിരി വൈറലാവണം, ഞാൻ കുറെ സത്യങ്ങൾ വരണം. ഇതല്ലേ അത് മാത്രമേ ഉള്ളൂ. അവിടെ മുതലേ ഉള്ള ദുരുദ്ദേശം എല്ലാം ആദിവാസിയുടെ പുറത്ത് പറയുന്നു. നമ്മൾ ഇന്ന് ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്, അറിയാം, എല്ലാവർക്കും അറിയാം, കാണുന്ന പ്രേക്ഷകർക്കും അറിയാം, ചേട്ടന് പറയാം, അഖിൽ മാരാർ ഉന്നയിച്ച കുറച്ച് വിവാദങ്ങൾ, കുറച്ച് അലിഗേഷൻസ് എഗെയിൻസ്റ്റ് ബിഗ് ബോസ്. അതായത് മെയിൻലി 4 അലിഗേഷൻസ് ആണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അലിഗേഷൻ എന്ന് പറയുന്നത്, തുടങ്ങി വെച്ചത് തന്നെ സിബിനെ പുറത്താക്കിയത്. സിബിൻ അതൊരു അൺഫെയർ എവിക്ഷൻ. എന്താ അറിയോ, അതിനകത്ത് ആദ്യം മുതലേ ഞാൻ ഇടപെട്ട് പോകട്ടെ. അഖിൽ മാരാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിന് പെട്ടെന്ന് ഇത്രയും, പുള്ളി ഒരു വിന്നറാണ്, ഒരു സീസൺ വിന്നറാണ്. അപ്പോൾ പുള്ളി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എത്രയും പേര് ശ്രദ്ധിക്കുന്നു. പക്ഷേ ഒരു 3 വർഷം മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഞാൻ പരാജിതനായിരുന്നു, ഞാൻ വിന്നറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞത് ആരും തന്നെ ഈ പറഞ്ഞ പോലെ മുഖവിലേക്ക് എടുത്തില്ല. അന്നൊക്കെയാണ് ഇത് പതിയെ ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഉറപ്പായിരുന്നു ഇത് സത്യമല്ലേ, ഇതിനെ നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല, ഇത് എത്ര നാൾ കഴിഞ്ഞാലും പുറത്തു വരുമല്ലോ. ആദ്യം സിബിൻ്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്. സിബിൻ്റെ കാര്യത്തിലെ വിവാദം. സിബിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ പുള്ളി മെന്റൽ ഫ്രസ്ട്രേഷൻ കാരണം പുറത്തു പോകണമെന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പുറത്തു പോയപ്പോൾ ബിഗ് ബോസ് പുറത്താക്കി. പുള്ളിക്ക് എന്തൊക്കെയോ മരുന്ന് കൊടുത്തു, എന്നിട്ട് അങ്ങനെ പുറത്താക്കിന്നാണ്. അങ്ങനെയാണെങ്കിൽ മണിക്കൂട്ടിന് കൊടുത്ത ട്രോഫി തിരിച്ചെടുക്കണം. സിബിനെ അങ്ങനെ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയെങ്കിൽ മണിക്കുട്ടൻ ഒന്നുകിൽ സ്വമേധയാ ട്രോഫി തിരിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ മണിക്കുട്ടൻ്റെ അന്ന് എൻ്റെ സീസണിലെ വിന്നറാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റേ അസൂയ മൂത്ത് പ്രാന്തായതൊന്നും പറയണ്ട. ഞാനന്ന് ബിഗ് ബോസിൽ എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്തിട്ടാണ് നെഞ്ചും വിരിച്ചു വിട്ടിരിക്കുന്നത്. സനാഥാലയം തുടങ്ങാൻ പോയി, സനാഥാലയം തുടങ്ങി. ഞാൻ പുറത്തു പോയിട്ടില്ല. എനിക്കും മെൻ്റൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. ഇവരാരും പുറത്തു പോയിട്ടില്ല. മണിക്കുട്ടൻ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയുകയും അതിനുള്ള സാക്ഷ്യം മേടിച്ച് പുറത്തു പോവുകയും ചെയ്ത ആളാണ്. പുറത്തു പോയ ആളെ ഏഷ്യനെറ്റ് തിരിച്ചു കൊണ്ടുവന്നൊരു 3 ദിവസം കൃത്യമായി ക്ലാസ് കൊടുത്ത് തല എന്നുള്ള പാട്ടൊക്കെ ഇട്ട് സ്ലോ മോഷനിലകത്തേക്ക് കയറ്റി വിട്ട് പുള്ളിക്ക് ഒരു കപ്പ് എടുത്ത് കൊടുത്ത് തിരിച്ചു വിട്ടു. അതല്ലേ സംഭവിച്ചേ. അപ്പോൾ സിബിൻ്റെ കാര്യത്തിനകത്ത് ഒരു നീതി, മണിക്കുട്ടൻ്റെ കാര്യത്തിനകത്ത് വേറൊരു നീതി എന്ന് പറയുന്നത് 2 പേർക്ക് 2 നീതി ആകുന്നതിന് ഒറ്റ നീതിയല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 തന്നെ പലരും എനിക്ക് പോകണം, എനിക്ക് പുറത്ത് പോകണം എന്ന് പലരും പറയുന്നുണ്ട്. സീസൺ 6 മാത്രമല്ലെന്ന്, എല്ലാ സീസണും നമ്മളങ്ങോട്ട് കയറി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പോയാൽ മതി എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ബഹളുണ്ടാക്കണം, എന്നെ വിട്ടിട്ടില്ലല്ലോ. എന്തിനാ എൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് ഉണ്ടായത് നാട്ടുകൂട്ടം എന്ന് പറയുന്ന ടാസ്ക്കാണ് സീസൺ 3. അതിൽ ഡിംപിൾ ബാലിൻ്റെ വിഷയം വലിയ വിഷയമാണ്. ഇപ്പോഴും പലരും ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്നൊരു സംഗതിയാണ് ഡിംപിൾ ബാലിൻ്റെ ഔദാര്യത്തിലല്ലേ നിന്നതെന്നൊക്കെ. പലരും കാണാതെ പോയെന്ന് ഡിംപിൾ ബാലിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ പുള്ളി ഇവിടെ തുടരണോ വേണ്ടേ. പിന്നെ പുള്ളിക്കാരി എഴുന്നേറ്റ് എന്ന് പറയുന്നു, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊക്കെ അവരത് ഷൂട്ട് ചെയ്യുന്നു. പുള്ളിക്കാരി എഴുന്നേറ്റ് എന്ന് പറയുന്നു, പുള്ളി ഇവിടെ തുടർന്നോട്ടെ എന്ന് പറയുന്നു. ഞാനപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞു, അതാരും ശ്രദ്ധിച്ചില്ല. ഞാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞു, പക്ഷെ എന്നെ വിട്ടില്ല. എന്താ ഇവിടത്തെ, ഞാനവിടെ വളരെ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് ലാലേട്ടാ എനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല, എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് വിട്ടില്ലല്ലോ. ഇത് ആരെ വിടണം, എപ്പോൾ വിടണം, എങ്ങനെ വിടണം, ഏത് ഇമേജിൽ വിടണം എന്നൊക്കെ സംഘാടകർ തീരുമാനിക്കും. നിങ്ങൾ കരുതുന്ന പോലെ ഇത് മറ്റേ പ്രേക്ഷകൻ മാത്രം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയ നീതിയുക്തമായ, അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. പ്രേക്ഷകരാണ് ഇതിന്റെ വിധികർത്താക്കൾ, പ്രേക്ഷകരുടെ തീരുമാനത്തിനനുസരിച്ചാണ്. പ്രേക്ഷകരായിരുന്നു വിധികർത്താക്കളെങ്കിൽ റോബിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസണിൽ ജയിക്കണ്ടേ. ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഇത്തവണത്തെ റോക്കിയുടെ ഇൻസിഡൻ്റ് ആണ് ആക്ച്വൽ ഫിസിക്കൽ അസോൾട്ട്. അതിനു മുമ്പ് റോബിൻ പുറത്തായതൊക്കെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ടാണ്.
അതുകൊണ്ട് അതാണ് ഈ പലപ്പോഴും പല നീതിയാണ് ബിഗ് ബോസിന്റെ ആ ഒരു ഇതിലുണ്ടാകുന്നത്. ഇപ്പോൾ 5 സീസൺ കഴിഞ്ഞ 6ാമത്തെ സീസൺ ആണല്ലേ, അതോ 5ാമത്തെ സീസൺ? 6ാമത്തെ 5 സീസൺ കഴിഞ്ഞു. ഈ സീസൺ കാണുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ പറഞ്ഞ ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലായതിന് ഇത് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വല്ലാത്തൊരു സിമ്പതിയാണ്. ഒരു സിമ്പതിയൊന്നുമല്ല, അതിനൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഭയങ്കര സങ്കടമുണ്ട്. ഈ പറഞ്ഞ ജാസ്മിൻ എന്നൊരു പറഞ്ഞ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയോ തെറി പറയുന്നതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ് ഞാൻ ഈ കാണുന്നത്. ജിൻഡോയെ പിന്നെ അവഹേളിക്കുന്നതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ്. എപ്പിസോഡിൽ നിന്ന് കാണാറില്ല. ഒരു എപ്പിസോഡ് അതിനകത്ത് നടക്കുന്നത് എന്തോ അതായിരിക്കില്ല പ്രേക്ഷകർ വിലയിരുത്താനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ ഇത് പ്രേക്ഷകൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നില്ല. ഒരു കോണ്ടസ്റ്റൻറ്റിനെ എങ്ങനെ കാണണം എന്ന് സംഘാടകർ തീരുമാനിക്കും. അതെങ്ങനെ എന്ന് ഞാൻ റിവീൽ ചെയ്യാം. ഈ നമ്മൾ കരുതുന്ന പോലെ കുറേ യൂട്യൂബ് ചാനൽസ് ഇരുന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ പറയല്ല. യൂട്യൂബ് ചാനൽസ്, കുറേയേറെ യൂട്യൂബ് ചാനൽസ് ഒരുമിച്ച് ആർക്കെതിരെ എന്ത് പറയണം എന്ന് ചിലർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കും. ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ അതാരാണ് ഇതാരാണെന്ന് ചർച്ച ചെയ്യേണ്ട, അങ്ങനെ തീരുമാനിക്കും. അതായത് ഒരാളെ നെഗറ്റീവായിട്ട് കാണിക്കണമെങ്കിൽ ഒന്നല്ല 75 ചാനലുകൾ ഒരുമിച്ച് അയാൾക്കെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഇടും. ആ കണ്ടന്റ് ഇടാനുള്ള ഓർഡർ ഒരു പ്രത്യേക ഇടത്തുനിന്ന് പോവും. അതിൻ്റെ പേയ്മെന്റ് ആ ഇടത്തുനിന്ന് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് കരുതുന്നു? നമ്മൾ വിചാരിക്കുന്ന ഒരു 75 പേര് ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കും. ഇനി ഒരാളെ നല്ലതാക്കണം. ഒരാൾക്ക് വയ്യ, ഭീകരമായൊരു അസുഖമുണ്ട് എന്ന് വരുത്തി തീർക്കണം. അസുഖമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് അസുഖം ഉണ്ടെന്ന് വരും. ഈ 75 ചാനലുകൾ പല രീതിയിലിരുന്ന് അയാൾക്ക് അസുഖം ഉണ്ടെന്ന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ പുറത്തൊരു ഗെയിം നടക്കുന്നുണ്ട്. അകത്ത് നടക്കുന്ന ഗെയിം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതല്ല, പുറത്തൊരു ഗെയിമുണ്ട്. ഈ ഷോയുടെ ഒരു സീസണിലെ TRP റോക്കറ്റ് പോലെ കയറ്റി വിടാനുണ്ടാകുന്ന കുറേയേറെ ഗെയിമുകൾ പുറത്തുണ്ട്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അപ്പോൾ സിബിൻ്റെ കാര്യത്തിൽ ഉത്തരം പറയാനുള്ള ഇതാണ്, സിബിൻ ഒരു നീതി, മറ്റൊരാൾക്ക് വേറൊരു രീതി എന്നുള്ളത് നീതി എന്നുള്ളത് പറയാൻ പറ്റില്ല. മണിക്കുട്ടൻ പുറത്തു പോയി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരികെ വന്ന് കപ്പുമായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സിബിനെ അങ്ങനെ പുറത്താക്കിയത് നീതികേടാണ്. ഒന്നാമത്തത്. അടുത്തത് ഈ 24/7 ഇത് കാണിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ 24/7 പല കണ്ടസ്റ്റൻസും പുറത്ത് വന്നിട്ട് പറയുന്നത് അവരുടെ കണ്ടന്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അത് ഫോക്കസ്ഡ് ആയിട്ടില്ല. അവരെ വേറെ കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം കാണിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചേട്ടൻ ഒരു ചെറിയൊരു വില്ലൻ പരിവേഷം ഉണ്ടായിരുന്നു. വലിയ വില്ലൻ. എന്നെ കുറിച്ചുണ്ടായ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടിലാണ്. അതായത് ഞാൻ പണിയൊന്നും എടുക്കില്ല. 2 പിന്നെ ഞാൻ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു, പക്ഷെ യഥാർത്ഥത്തിൽ ചേട്ടൻ അങ്ങനെ അല്ലെന്നോ, ചേട്ടൻ ഒരുപാട് വേറെ നല്ല കാര്യങ്ങൾ അങ്ങനെ ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞു പോയ 3 വർഷങ്ങളായിട്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ജനം കാണുന്നുണ്ട്. അവർക്കത് ഞാൻ എന്ത് ചെയ്തിരുന്നു, ഞാൻ എന്തിനു പോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇതല്ല, ഇപ്പം നമുക്കൊരാളെ എങ്ങനെ കാണിക്കണം എന്നത് അവരുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിലേ ഈ ഷോ മുമ്പോട്ട് പോകുള്ളൂ. അപ്പം അവർക്ക് വേണ്ടിയിരുന്നത്, എൻ്റെ കട്ട്സൊക്കെ എഡിറ്റ് ചെയ്തിരുന്നൊരു എഡിറ്ററെ ഞാൻ പിന്നീട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. ഞാനിപ്പോൾ അത് വിളിച്ചു നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വിഷ്ണുവിനെ ഞാൻ പിന്നീട് കണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഷോയൊക്കെ വിട്ടുപോയി. ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ എൻ്റെ സീസൺ കഴിഞ്ഞപ്പോഴേ വിട്ടുപോയി. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം പോലും പുറത്തു വരരുത് പുള്ളിയുടെ എന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമും വരാൻ പാടില്ല. അതായത് എൻ്റെ ഇമേജ് അവിടെ എന്താ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ പണിയെടുക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നതിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇമേജ് പാടില്ലേ, ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെയിം വന്നു കഴിഞ്ഞാൽ അത് പോയില്ലേ. അപ്പം എനിക്കെപ്പോഴും ഒരു നെഗറ്റീവ് പരിവേഷം വരണമെങ്കിൽ ഞാൻ നെഗറ്റീവായിരിക്കുന്ന, ഞാൻ ഗ്ലൂമി ആയിരിക്കുന്ന, ഒരിടത്ത് മിണ്ടാതിരിക്കുന്ന, കിടക്കുന്ന ഫ്രെയിമുകൾ മാത്രം ഔട്ട് വരണം. നമ്മൾ ഈ 2 തരം മനുഷ്യരുണ്ട്. ചിലർ അവരവരുടെ ജോലി നേരത്തെ തീർത്തു വയ്ക്കും, എന്നിട്ട് റെസ്റ്റ് എടുക്കും. ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങളൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ്, ഭാഗ്യച്ചി, ഞാൻ, നോബി, ആ ടീമൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് ജോലി തീർത്തു വയ്ക്കും. അതിനുശേഷമാണ് ഞങ്ങൾ ഒരിടത്ത് ഇരുന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ ക്യാമറകൾ ഓണല്ല. ഇവിടെ ഇടിയോ രാവിലെ 8 മണിക്ക് മറ്റേ ഡാൻസ് തുടങ്ങുമ്പോഴാണ് ക്യാമറകളെല്ലാം ലൈവ് ആകുന്നത്. അതുവരെയൊക്കെ ക്യാമറ ഇങ്ങനെ ഇരിക്കും. ഇത് ആ സമയത്താണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പം അതിന് മുമ്പുള്ളത് ഇവർ ക്യാപ്ചർ ചെയ്യില്ല. പിന്നെ ഇവർ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ അതൊന്നും ന്യായീകരിച്ച് മെഴുകുന്നില്ല. പക്ഷേ സംഗതി ഇതാണ്, നിങ്ങൾ 24/7 കാണുന്നതും എഡിറ്റഡാണ്. പിന്നെ ഈ വോട്ടിങ്ങിനെ പറിച്ചിട്ടുണ്ട്. വോട്ടിംഗ് ഒക്കെ ചുമ്മാ വെറും വെറുതെ. വോട്ടിംഗ് ഫുൾ കള്ളത്തരമാണെന്നാണ്. അല്ല, ഫുൾ കള്ളത്തരമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ വോട്ടിംഗ് നിങ്ങൾ കാണുന്ന പോലെ അല്ലേ. ആർക്ക് എത്ര വോട്ടൊക്കെ ഫൈനൽ കൗണ്ട് വരണമെന്നൊക്കെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ ഇരുന്ന് ഗ്രാഫിക് കാർഡ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം എൻ്റെ സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. ഈ വോട്ടിംഗ് ഞങ്ങളുടെ സീസണിൽ ഇപ്പോഴത്തെ പോലല്ല, ഒരു വോട്ടല്ല, ഒരാൾക്ക് ഒരു വോട്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരാൾക്ക് എത്ര വേണോ വോട്ട് ചെയ്യാം എന്നൊക്കെയുള്ള അവസ്ഥയായിരുന്നു.
ആകെ അതെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? ഞാൻ ചെയ്തിട്ടില്ല. അതിനൊരു സീസണിന് ശേഷം ഒരുപാട് പ്രിയപ്പെട്ട മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, അവരുടെ ഇമോഷൻസ് കൊണ്ട് ഈ ഷോയുമായിട്ട് ഹുക്കായ മനുഷ്യർ സമയം കണ്ടെത്തിയിരുന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ഇത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ കണ്ടസ്റ്റന്റിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം പേഴ്സണൽ ലൈഫിൽ, അതല്ല എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരാളായിരിക്കും. അല്ലാതെ ഒരു കോമണർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ടൈം കണ്ടെത്തിയിരുന്ന് വോട്ട് ചെയ്തോടെ ഇലക്ഷന് പോയിട്ട് വോട്ട് ചെയ്യുന്നില്ല മനുഷ്യൻ. അപ്പോൾ ഈ ആൾക്കാരുടെ വോട്ടെന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് ഇവർ നോക്കും. ആർക്കാണ് കൂടുതൽ സോഷ്യൽ മീഡിയ പരിഗണന, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമേജ് ബിൽഡ് ആകുന്നത്, ഗുഡ് ഇമേജ് ആർക്കാണ്, അതിനനുസരിച്ചാണ് ഇവർ വോട്ടിന്റെ കണക്കൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഈ മറ്റേ SMS-ന്റെ ഒക്കെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. പിന്നെ മൊബൈൽ കമ്പനി ഇപ്പം നമ്മളൊരു SMS അയച്ചു, ഒരു ഗെയിം ഷോയിലേക്ക് ഒരു SMS അയച്ചാൽ അതിൽ 10 രൂപയാണ് നമുക്ക് SMS-ന് ചാർജ് ആവുന്നതെങ്കിൽ 3 രൂപ കമ്പനിക്ക്, 7 രൂപ പ്രൊവൈഡർക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഡിവിഡൻഡ് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളൊരു വോട്ടിടുമ്പോൾ അതിൻ്റെ 1% ഒരു കമ്പനിക്ക്, അടുത്ത പെർസെൻറ്റ് അത് നിങ്ങൾ കുറേ പേർക്ക് പൈസ കൊടുക്കുകയാണ്. അതല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഇടുന്ന വോട്ടിലാണ് ഈ കണ്ടസ്റ്റന്റ് ഭയങ്കരമായിട്ട് വിജയിക്കുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ എവിക്ഷൻ ഉണ്ടല്ലോ, എവിക്ഷൻ പ്രോസസ്സ്, അതായത് ഓരോ ആഴ്ചയിലും അവസാനം അതിനിവർ ഇതിൻ്റെ ഒരു കണക്കെടുക്കുന്നുണ്ടാവും. മിനിമൽ വോട്ട് ഇത്ര വന്നു, കൂടുതൽ വോട്ട് ഇന്നയാൾക്കാണ്. അല്ല നിങ്ങൾ കാണുന്ന പോലെ 9 കോടി വോട്ട്, പിന്നെ 5 കോടി വോട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ അൺബിലീവബിൾ സാധനമാണ്. ആരുടെ നയിക്കുന്നു എന്നാണ് ഇത്രയും വോട്ടൊക്കെ. ഇനി അഥവാ അങ്ങനെ വോട്ട് വരുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് PR ഏജൻസിക്ക് പൈസ കൊണ്ട് ജയിക്കുന്നതായിരിക്കും. അതല്ലാണ്ടൊരു കോമൺ മാൻ ഇരുന്ന് അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. അത്രയും ആ ഷോയിൽ അഡിക്റ്റഡ് ആയിട്ട് കാണുന്ന ആൾക്കാർ മാത്രമേ അത് ചെയ്യുള്ളൂ. ഇനി ഷോയിൽ ഇത് അഡിക്റ്റഡ് ആയിട്ട് കാണുന്നവർ നിങ്ങളുടെ സമയം കളയാണ്. നിങ്ങളൊരു സീരിയൽ കാണുന്ന ലാഘവത്തോടെ വേണം ഇത് കാണാൻ. കാര്യം ഇതൊരു അറേഞ്ച്ഡ് ഷോയാണ്, ഇതിന് ഇമോഷൻസ് വെച്ചുള്ളൊരു ഷോയാണ്. സീരിയൽ പ്രേക്ഷകരെ ആണ് ആ ഷോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സീരിയലിലെ ഇമോഷൻസിനെ അമ്മാതിരി തന്നെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിരുന്നൊരു പ്ലേ ടൈപ്പാണ് ഈ ഷോ എന്ന് പറയുന്നത്. അല്ല നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കുകയല്ല. എന്തോ പറയുന്നത്, അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ അല്ല. അപ്പം നമ്മുടെ എൻ്റെ സീസണിലെ പൊളിഫിറോസ് ഫുൾ ടൈം എല്ലാവരെയും ചൊറിഞ്ഞ് കിടക്കുന്ന, എല്ലാവരോടും പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്, ഞങ്ങൾ തമ്മിലായിരുന്നു ഏറ്റവും വലിയ അടി. ഞാൻ അന്നും ഇന്നും ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നതാണ്, അങ്ങനെയാണോ ഒരാൾ റിയൽ ലൈഫിൽ? ഫിറോസ് അങ്ങനല്ല. ഫിറോസ് ഒരു പാവം മനുഷ്യനാണ്. അവൻ ഭയങ്കര ഒരു പഞ്ഞിക്കട്ട പോലുള്ളൊരു മനുഷ്യനാണ്. അവനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ആരോടും ദേഷ്യം കാത്തു സൂക്ഷിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഉള്ളത് അപ്പം പറയും എന്നല്ലാണ്ട് അവനൊരാളോടും കലിപ്പുണ്ടാക്കുന്ന, ഒരാളെ പിറകെ പോയി ചൊറിയുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അവൻ ആ ഷോയ്ക്കകത്ത് അങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട് പുറത്തവൻ അങ്ങനെയാണോ? അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഷോയ്ക്കകത്ത് കാണുന്നതാണ് റിയൽ എന്ന് ധരിക്കരുത്. ആ ഷോയ്ക്കകത്തുള്ളത് ആ ഷോയുടെ ഒരു മെന്റാലിറ്റി അനുസരിച്ച് പോകുന്ന ഒരു സാധനമാണ്. ഈ ഷോയുടെ ടെംപ്ലേറ്റ് അനുസരിച്ച് അതിലൊരു വില്ലൻ കാണും, ഒരു നായകൻ കാണും, ഒരു കൊമേഡിയൻ കാണും. അത് ബിഗ് ബോസ് തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലേ? അത് പക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചിട്ടില്ല അവർ എന്താവണമെന്ന് ഇത് ചെയ്യും. അത് ബിഗ് ബോസ് അല്ല തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഒരു വിധി അല്ലെങ്കിൽ നിയതി, ലക്ക് എന്നൊക്കെ പറയുന്ന സാധനം. അതായത് ഞാൻ ഇതൊക്കെ ഷോ റിവീൽ ചെയ്യുന്നതാണെന്ന് കരുതരുത്, എനിക്കറിയാവുന്ന അറിവ് പറയാണ്. ആദ്യത്തെ 35 ദിവസം, ഈ 35 ദിവസത്തേക്കുള്ള ഉടുപ്പെടുക്കാനാണ് ഇവർ നമ്മളോട് എല്ലാവരോടും പറയുക. ഇപ്പോൾ മോളെ അവർ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ ഒരു 35 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ശേഖരിച്ചോളൂ എന്ന് പറയും. ഈ 35 ദിവസത്തെ ഡ്രസ്സുമായിട്ടായിരിക്കും നമ്മളൊക്കെ പോകുന്നത്. എന്തിനാണ് ഈ 35 ദിവസത്തെ ഡ്രസ്സ് എന്നുള്ളത് ഞാൻ പിന്നീട് പലതരത്തിൽ പലരോട് പല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കാനായത്, 35 ദിവസം കൊണ്ടാണ് നമ്മുടെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ 35 ദിവസം എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും പിന്നീട് ഇവർ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നു. ഷോയ്ക്ക് എപ്പോഴും ഒരു വില്ലൻ വേണം, ഷോയ്ക്ക് എപ്പോഴും ഒരു നായകൻ വേണം, ഷോയ്ക്ക് ഒരു അറഗൻറ്റ് ഹീറോ വേണം, അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് ഹീറോ വേണം, ഷോയ്ക്ക് ഒരു നായിക വേണം, ഒരു പ്രണയം വേണം. അതുണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ സീസണിലൊക്കെ ആദ്യം പ്രണയം ഉണ്ടാകാൻ വലിയ പാടായിരുന്നു. നമ്മുടെ ആ സീസണിൽ ഈ പ്രണയമേ ഉണ്ടായിരുന്നില്ലല്ലോ. സീസൺ 3 കപ്പിൾസ് ഉണ്ടായിരുന്നില്ല. ലാലേട്ടനൊക്കെ കുറേ കഷ്ടപ്പെട്ടതാണ്. പറഞ്ഞല്ലോ ഓരോ എപ്പിസോഡിലും വന്നിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്തില്ലേ, മണിക്കുട്ടനങ്ങനെ ചെയ്തോ, സൂര്യ, പക്ഷേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സീസൺ കുറച്ചുകൂടിയൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള കുറേ നല്ല മനുഷ്യരുണ്ട്. അത് മണി ഉൾപ്പെടെ. ഞാനിപ്പോഴും മണി എന്ന മനുഷ്യനെ അല്ല തെറ്റു പറയുന്നത്. അവൻ പാവാണ്, അവൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്, അവനെന്ന മനുഷ്യൻ നല്ലതാണ്. പക്ഷേ അവൻ്റെ ഗെയിമിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുമ്പോട്ട് പോയിട്ട് അവന് ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റാത്ത പുറത്ത് പോയിടത്ത് ഇനി എത്ര നല്ല കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പുറത്ത് പോയ ആ ഗെയിമിൽ നിന്ന് പോയില്ലേ? അതിന് മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ മണിയെ ഇഷ്ടപ്പെടുന്നവരെയോ അല്ല ഞാനീ പറയുന്നത്. പിന്നെ അപ്പം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് പുറത്തുള്ള ആൾക്കാർ, ഈ പറഞ്ഞുള്ള സോഷ്യൽ മീഡിയയും കൂടെ നോക്കും സംഘാടകർ. എന്നിട്ട് അതിൽ നിന്നാണ് വില്ലനെ പിക്ക് ചെയ്യും. അതിപ്പോൾ ഒരു വില്ലൻ പോയി എന്ന് വെച്ചോളൂ. ഇപ്പോൾ ലെറ്റ്സ് എൻ്റെ സീസണിൽ ഫിറോസും ഞാനും ആയിരുന്നു വില്ലന്മാർ, അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു അടി നടന്നുകൊണ്ടിരുന്നത്. അവനൊരു ദിവസം സഡൻലി ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ ആരുമില്ല, ആരോട് എതിർക്കണമെന്ന് അറിയില്ല.
ബിഗ് ബോസ് തന്നെയാണ് എനിക്ക് ഹിന്റ് തന്നത്, ഡിംപിളിനെയാണ് എതിർക്കേണ്ടതെന്ന്. ബിഗ് ബോസ് ഡിംപിളിനും അത്തരം ഹിന്റ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുന്നു, എന്നെയാണ് എതിർക്കേണ്ടതെന്ന്. ഓക്കെ ഓക്കെ. പിന്നെ അവിടെ ഈ ഫിറോസ് പോയി തൊട്ടടുത്ത ദിവസം മുതൽ അവിടെ ഉണ്ടായി വരുന്നൊരു ഫൈറ്റ് എന്ന് പറയുന്നത് ഞാനും ഡിംപിളും തമ്മിലാണ്. ഞങ്ങൾ ആ ദിവസം വരെയും സുഹൃത്തുക്കളായിരുന്നു, ഭയങ്കര അടുത്ത തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വളരെ പെട്ടെന്ന് തെറ്റി. അത് ഈ ഇതൊക്കെ വിളിച്ചിരുത്തി പറഞ്ഞു തരുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ അത് നമുക്ക് അത് ഇൻസ്ട്രക്റ്റഡ് ആണ്, അത് പാസീവ് ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ കരുതുന്ന പോലെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ല. നമുക്ക് മനസ്സിലാവും ഇന്നതുപോലെ ചെയ്യാനാണ് ബിഗ് ബോസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല രീതിയിൽ പല ഹിൻറ്റിൽ എന്നുള്ളത്. പിന്നെ അതാണ് ആ ഗെയിം. ലാലേട്ടനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കണ്ടസ്റ്റൻസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്നത് ലാലേട്ടനെതിരെയാണ്. കാരണം പുള്ളി അറിഞ്ഞു വെച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതോ പുള്ളി കാണാതെ ആരോ കൊടുത്ത സ്ക്രിപ്റ്റാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ്? ലാലേട്ടൻ ഇതൊന്നും കാണുന്നില്ല. അതായത് ഇൻ ദ സെൻസ് അയാൾ ഒരാളെ വഴക്ക് പറയാനായിട്ട് ഇത് കാണുന്നില്ല. എൻ്റെ സീസണിൽ സംഭവിച്ചൊരു കാര്യം പറയാം. എല്ലാ സാറ്റർഡേ സൺഡേയും ഞാനായിരുന്നല്ലോ ഏര. എനിക്കതിൽ പക്ഷേ സന്തോഷമുള്ളൂ. ലാലേട്ടൻ വിളിച്ചു നിർത്തുന്നു. ലാലേട്ടൻ രാവിലെ വരും, എന്നെ വിളിച്ചു നിർത്തും, അങ്ങ് തുടങ്ങും, എന്തൊക്കെയോ പറയും. ഞാൻ ഇതിലായിരുന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കും. അവിടെ ഇരിക്കും. എല്ലാ വീക്കെൻഡിലും ഞാനായിരുന്നു ഇര. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ ഞാൻ അതിനെ കണ്ടത് വേറൊരു രീതിയിലാണ്. അതായത് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ളൊരു മനുഷ്യൻ എല്ലാ വീക്കെൻഡിലും വിളിച്ച് നിർത്തി എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. മൈലേജ് ആർക്കാ? എനിക്കാ. ലാലേട്ടൻ എന്നോട് സംസാരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അത്രയും സ്ക്രീൻ പ്രസൻസ് കിട്ടുകയാണ്. ഈ ഷോ സ്ക്രീൻ പ്രസൻസിൻ്റെ ആണ്. നിങ്ങൾ സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കുമോ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് ഈ പറഞ്ഞ നിങ്ങൾ അവിടെ ഇരുന്നും കിടന്നും ഒക്കെ അല്ലേ ദിവസം. ഞാൻ 96 ദിവസം നിന്നിടോ. അങ്ങനെ ഒരാൾക്ക് ഇരുന്നും കിടന്നൊന്നും 96 ദിവസം നിൽക്കാൻ പറ്റില്ല. ഷോ നിർത്തുന്നത് വരെ ഉണ്ടായിരുന്നു. ഇനി ഷോ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇനിയും പോയിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിരുന്ന ചില കാര്യങ്ങൾ അവിടെ വർക്കൗട്ടായി. ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, ലാലേട്ടൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ലാലേട്ടൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ലാലേട്ടൻ ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു എന്നുള്ള അല്ലാണ്ട് അദ്ദേഹം ആരെയും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അദ്ദേഹം ഇതിനകത്ത് ആരെയും ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ സൈബർ അറ്റാക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കണ്ടന്റ് കൊണ്ട് ഒരു TRP വരുന്നൊരു ഷോയെ സംബന്ധിച്ച് നെഗറ്റീവ് കമൻറ്റും വരും. അതൊരു സൈബർ അറ്റാക്ക് ഒന്നും ലാലേട്ടനൊക്കെ എനിക്ക് ബാധിക്കും. നമ്മൾ മൗണ്ട് എവറസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ചെറുതാണ് എന്ന് പറഞ്ഞാൽ അത് ചെറുതാവുമോ? ഇല്ല. എന്നതുപോലെ ലാലേട്ടനെ ഒന്നും ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല. പ്രത്യേകിച്ച് പുള്ളി വേറൊരു ലൈഫ് സ്റ്റൈലുള്ള വേറൊരു തോട്ട് പ്രോസസ് ഉള്ളൊരു മനുഷ്യനാണ്. ഇതൊന്നും തന്നെ പുള്ളിയെ ബാധിക്കാൻ പറ്റില്ല. അപ്പോൾ അഖിൽമാരാൻ്റെ അടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് റെമ്യൂണറേഷനെ കുറിച്ചാണ്. അതായത് അതിൽ കുറച്ച് കളികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 20,000 പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10,000 അവരെടുക്കും, 10,000 നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 50,000 പറഞ്ഞാൽ അതിലൊരു 30,000. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. റെമ്യൂണറേഷനിൽ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവം പറയാം. എന്നെ വിളിച്ചിട്ട് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം പുള്ളിക്ക് ഫാമിലിയും കുടുംബമൊക്കെ ഉണ്ട്. മാത്രമല്ല പുള്ളി ഒരു വലിയ ആളാണ്. ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് പൈസ വെച്ചിട്ടുണ്ട്. അതായത് പുള്ളി എന്നോട് പൈസ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാലറി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. എൻ്റെ റേഡിയോയുടെ ശമ്പളം വെച്ചിട്ട് കണക്ക് കൂട്ടിയൊക്കെ അത് നിസ്സാരമായിട്ടുള്ളൊരു തുകയായിരുന്നു എന്നെ സംബന്ധിച്ച് അന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി അതിനൊരു പുതിയ തുക പറയുന്നു. ഈ തുക പറയുന്ന സമയത്ത് ഇയാൾ ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ പുള്ളിയോട് അന്നേ പറഞ്ഞായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നോട് വിളിച്ച ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, നെഞ്ചിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പേര് പറയുമോ എന്ന് പേടിക്കുന്ന ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു അനാഥാലയം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഇതിൽ പോകുന്നതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് ഇത്ര വെച്ച് മുതലാവില്ല, എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ മുതലാവുള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് 3-4 വട്ടം ട്രൈ ചെയ്തു. ശരി, നിങ്ങളുടെ ഈ കേസ് പറഞ്ഞിട്ട് ഞാൻ ഇത്ര രൂപയാക്കിയിട്ടുണ്ട്, അത് സത്യത്തിൽ ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഇത്ര രൂപ ഇങ്ങോട്ട് തന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കും എന്നത് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിടിയോ? അതുകൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ താല്പര്യമില്ല, വിഷയമില്ല. അപ്പം ഞാൻ പറഞ്ഞുറപ്പിച്ച തുകയ്ക്ക് തന്നെ എനിക്ക് കയറാനായി. മറ്റൊരാൾക്ക് അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നിലേക്ക് അത് വന്നിട്ടുണ്ട്. എന്നിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഞാനത് ചിന്തിക്കുന്നുണ്ട്, മറ്റൊരാളെ ഒരുപക്ഷെ അയാൾക്ക് ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. ഇപ്പം ലെറ്റ്സ് സേ മോളെ വിളിക്കുകയാണ്, പിന്നെ ഒരു 20,000 രൂപ. അവിടെ 20,000 ഒന്നും അല്ല കേട്ടോ, 50,000, 70,000, 80,000, പിന്നെ 30,000, 40,000 റേഞ്ചിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പം ലെറ്റ്സ് സേ 25,000 രൂപ എന്ന് വെച്ചോളൂ. ഈ 25,000 രൂപയ്ക്ക് ഇവർ വിളിക്കുകയാണ്, നമ്മൾ ഓക്കെ പറയുന്നു, പോകുന്നു. ഇതിനിടയിൽ നിങ്ങൾ തമ്മിലൊരു ഡീലുണ്ടാക്കി, 12,500 തരുള്ളൂ, 12,500 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ അവസരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തു നിൽക്കുന്ന ഒരാളാണ് മോളെങ്കിൽ ആ 12,500 പോട്ടെ എന്ന് വയ്ക്കും.
എന്നെ സംബന്ധിച്ച് ഈ ഒരു അവസരം ഭയങ്കര സംഭവമൊന്നുമായിരുന്നില്ല. എൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞ സ്ഥാപനമായിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ആക്രമിച്ച അതേ സനാഥാലയത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതുണ്ടാക്കാനാണ് പോയേ. അതുകൊണ്ട് എനിക്ക് ബാർഗെയിങ്ങിനകത്ത് എനിക്കിങ്ങനെ കുറയ്ക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഞാൻ ഈ സംഗതി ഈ സനാഥാലയം എന്ന ക്യാൻസർ കെയർ സെൻറ്റർ വന്നേനെ. അത് ഈ പറഞ്ഞ പോലെ പിന്നെ ലാലേട്ടനോട് ഉൾപ്പെടെ നമ്മൾ അവിടെ നിന്ന് പുറത്താകുന്ന സമയത്ത് 6ാം സ്ഥാനക്കാരനായിട്ടാണ് എന്നെ മനഃപൂർവ്വം ഫൈനൽ 5 ഉൾപ്പെടുത്താത്തതാണ്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ ഫൈനൽ 5 എത്തണം, മനഃപൂർവ്വം ഉൾപ്പെടുത്താത്തതാണ്. അത് അവിടുത്തെ തന്നെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്നെ ഫൈനൽ 5 കഴിഞ്ഞാൽ ഞാൻ ജയിച്ചല്ലോ. ഞാൻ പറഞ്ഞത് നടന്നല്ല, അത് നടക്കാതിരിക്കാനാണ് ചെയ്തതെന്ന് കൃത്യമായ 6ാം സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ട്. ശരിക്കും ചേട്ടൻ ഇത് അന്ന് ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചേട്ടൻ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വാക്കുകൾ കെട്ടിയിടും. നമുക്കൊരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് വെച്ചിട്ട് നമുക്ക് ഷോയെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. നിയമപ്രകാരം ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഷോയുടെ സീക്രസി ഒന്നും നമ്മൾ പുറത്തു പറയുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് പറയാൻ പാടില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഷോയെക്കുറിച്ച് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് പറയാം. അതിന് ഈ പറഞ്ഞതുപോലെ വിഷയങ്ങളില്ല. ഇതൊക്കെ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് പലരായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അഖിൽ പറയുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ പറഞ്ഞത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. റോബിൻ ഷോയ്ക്കകത്തിരുന്ന് തന്നെ പറഞ്ഞല്ലോ ഈ ഷോയ്ക്കകത്ത് ഉടായ്പ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സിബിൻ അത് വ്യക്തമാക്കി പറഞ്ഞു. അപ്പോഴൊക്കെയാണ് ആൾക്കാർ ഇത് ചർച്ചയ്ക്കിട്ടെ. സത്യത്തിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ 3 കൊല്ലം മുമ്പ് ഞാനിതൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വളരെ കുറച്ച് പേര് അത് കണ്ടിട്ടുള്ളൂ. 10 കേക്കകത്ത് എന്തോയെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പിന്നെ തമ്പനയിൽ വീഴുന്ന ഏത് ചാനലാന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ തമ്പനയിൽ എന്നെ 3.5 കോടി മലയാളികളെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആരും കണ്ടിട്ടില്ല. ഒരു 10,000 പേർക്കകത്ത് ഇത് കണ്ടിട്ടുള്ളൂ. ആ ഇൻ്റർവ്യൂവിനകത്ത് ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ബിഗ് ബോസിനകത്ത് നടന്നത്, ഏത് തരത്തിലാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട്. അന്ന് പറയാൻ ശ്രമിച്ചിരുന്നു, ആരും ശ്രദ്ധിച്ചില്ല. ആൾക്കാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ചാണല്ലോ. അഖിൽമാരാർ പറഞ്ഞത് നന്നായി. പുള്ളി ഒരു വിന്നർ ആയതുകൊണ്ട് പുള്ളിക്ക് അത് പറയുമ്പോൾ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി കിട്ടി. നമ്മളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് അങ്ങനെ മുകളിലേക്ക് തോറ്റതിൻ്റെ ഒരു വേവാണെന്ന് പറയും. ചേട്ടാ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് 4ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടൊരു അലിഗേഷനാണ്. അലിഗേഷൻ എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ കുറച്ച് വിക്ടിംസ് ഉണ്ട്, അല്ലാതെ കൾപ്രിറ്റ്സ് ഉണ്ട്. ഇവരാരുടെയും പേര് പറഞ്ഞിട്ടില്ല. ആൻഡ് ഒരു ലീഗലി ഒരു കംപ്ലൈൻറ്റും ആരുടെ കയ്യിൽ നിന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പം ചേട്ടനറിയാം, പെണ്ണുങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു ഷോയിൽ വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും അല്ല, കുറച്ച് പേര്. പക്ഷേ എന്നാലും ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇതുവരെ ഷോയിൽ നിന്ന എല്ലാവരും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലെ എല്ലാ പെണ്ണുങ്ങളെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവരിങ്ങനെയാണോ പോയത്, ഇവരങ്ങനെയാണോ പോയതെന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് വരുന്നുണ്ട്. ഇത് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്നെക്കുറിച്ച് അങ്ങനെ പിന്നെ മലയാളിയായി അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സീസണിൽ കണ്ട സ്ത്രീകളൊന്നും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എൻ്റെ സീസണിൽ എനിക്ക് നേരിട്ടറിയാമല്ലോ. മറ്റുള്ളവരൊക്കെ പലപ്പോഴും പലരും പിന്നെ ശോഭ പോകുന്നതിന് മുമ്പ് എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ പലരും ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളോട് മുമ്പറിയാവുന്നതോ പിന്നീട് അറിയാവുന്നതോ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. എൻ്റെ അറിവിൽ പോയ ആരും ഈ പറഞ്ഞ പോലെ അങ്ങനെ മോശക്കാരായിട്ടുള്ള സ്ത്രീകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2, ബിഗ് ബോസിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയല്ല. അതായത് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ മേധാവികളോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ മേധാവികളോ അങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കുന്നവർ മനുഷ്യരല്ല. കാര്യം ഏഷ്യാനെറ്റിൻ്റെ ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രായമുള്ള വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരാണ്. അവരൊന്നും തന്നെ അത്തരത്തിൽ ഇടപെടുന്ന ആൾക്കാരല്ല. 2, എൻഡമോൾ ഷൈൻ ഇന്ത്യയുടെ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ടീമുണ്ട്. ഇതിൻ്റെ ഒരു കോർ ടീം. അവരത്തരക്കാരിലുള്ള ഒരാളല്ല. പക്ഷേ ഇവരുടെയൊക്കെ അനുബന്ധമായി നിൽക്കുന്ന ഈ പറഞ്ഞ സ്രാവിൻ്റെ കൂടെ പോകുന്ന സക്രിഫിഷ് എന്നൊക്കെ പറയുന്നത് പോലെ കുറേ ഞാഞ്ഞൂലുകളുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സീസണിൽ ഇത് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ആ ടൈമിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വിലപേശിയ ഒരു കക്ഷിയുണ്ട്. അയാൾ ബിഗ് ബോസിൻ്റെ ആരുമല്ലേ, അയാൾ ആ ബിഗ് ബോസിൻ്റെ ക്രൂവിലെ ഒരു മെമ്പർ മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നു. എൻ്റെയും മോളുടെയും മുമ്പിൽ ഏകദേശം ഒരു 6-7 പേര് ഇരിപ്പുണ്ട്. ഇതിനകത്ത് പല കാറ്റഗറി ആൾക്കാരുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ആളായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ കാണും, പിന്നെ അങ്ങോട്ട് ലൈറ്റ് ബോയ് കാണും, പ്രൊഡക്ഷൻ ബോയ് കാണും, പലരും. പക്ഷേ എല്ലാം മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ലൈറ്റ് ബോയ് പറയുകയാണ് പിന്നെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തു തരാം. ഔട്ട് വരുമ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ആൾ പറഞ്ഞു എന്നേ വരുള്ളൂ. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ടാസ്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. നമ്മുടെ ബിഗ് ബോസിനകത്തെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻസിനകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്തെ ഒരു കക്ഷി
അയാൾക്കൊരു കുടുംബമുണ്ട് എന്ന് അയാൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടും എൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ അയാളുടെ പേര് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം അയാളുടെ ഭാര്യയൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്, അയാളുടെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനെ ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതെൻ്റെ ഉള്ളിലുള്ളത് പറയണ്ടേ, ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരും ശ്രദ്ധിക്കണമല്ലോ, ഇനി പോകാനിരിക്കുന്ന കണ്ടസ്റ്റൻസും ശ്രദ്ധിക്കണം. ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും നമ്പർ ഇവന്മാരുടെ കാണുമല്ലോ. ഇവൻ രാത്രി വെള്ളം അടിക്കുമ്പോൾ ഇവൻ ആരെങ്കിലും ഒക്കെ വിളിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇവൻ വിളിച്ച് വില പേശും. ഇവൻ വിളിച്ചിട്ട് അത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അപ്പോഴിട്ടോ അത് ഞാൻ അറിയുന്നത് പുറത്തിറങ്ങിയപ്പോഴാണ്. പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും അറിയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്ദുവിൻ്റെ മരണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്, നന്ദു മരണപ്പെട്ടു പോയി. 2, ഈ കേസാണ്. അപ്പം അതിൻ്റെ വേവ് തീരുന്നത് സത്യമായി പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ എനിക്ക് അപ്പം തന്നെ കൈയോടെ അതങ്ങനെ അങ്ങ് തീർന്നു. പക്ഷേ ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കോർ ടീമും ഏഷ്യനെറ്റിൻ്റെ കോർ ടീമും ഒക്കെ ഇതിനകത്ത് വലിയ പ്രശ്നക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ ഡീസൻ്റായിട്ട് ക്ലിയറായിട്ട് ഇടപെടുന്ന ടീമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് വിലപേശുന്ന പലരുമുണ്ട്. അവരാരും തന്നെ ചിലപ്പോൾ ബിഗ് ബോസുമായിട്ട് അത്രയേറെ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചാൻസ് കിട്ടാനായി ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണ് എങ്കിൽ അത് വിളിക്കേണ്ടവരെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം വിളിക്കാൻ. കാര്യം ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സീസണിൽ ഒരൊറ്റ സ്ത്രീ പോലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ മോശമായിട്ട് പ്രലോഭിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴിയിലൂടെയോ വന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷമുള്ള സീസണിലും എനിക്കറിയാവുന്നവരാരും അങ്ങനെ, എനിക്കറിയാത്ത സ്ത്രീകളും ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു എന്നുള്ള എനിക്കറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അഖിൽ മാരാരൻ്റെ ഈ ഒരു ലൈവ് പോയതിനു ശേഷം ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. അതായത് അഖിൽ മാരാരൻ്റെ സീസണിലുള്ള ഇപ്പോൾ ശോഭയൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എത്രയോ വർഷമായിട്ട് അറിയാവുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്. പിന്നെ ഷെറീനയെ പിന്നെ അവർ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആ സീസണിലെന്നല്ല, ദിൽഷ ഒരു പാവം പെൺകുട്ടിയാണത്. ദിൽഷ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സൂര്യ ഒരു തനിനാടൻ കുട്ടിയാണ്. പിന്നെ ഋതു ഭയങ്കര ഐഡൻറ്റിറ്റി ഉള്ളൊരു കുട്ടിയാണ്. ഇതിലാരാണ് അങ്ങനെ, എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലരുടെ മിസ്ലീഡിങ് ചിന്തകളോ കാര്യങ്ങളോ ആയിരിക്കാം. അല്ല, അവര് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരാളും തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് അവസരത്തിന്. പക്ഷെ ചിലപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ നിൽക്കുമ്പോൾ സിനിമയിൽ അവസരം കൊടുക്കാനായിട്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് സിനിമാ നടികൾക്ക് മാത്രമായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഉദ്ദേശപ്പെട്ടിട്ട് ഇപ്പോൾ സിനിമയിൽ ഒരാൾക്ക്, മോളൊരു വലിയ സിനിമാ നടിയാണെന്ന് വെച്ചോളൂ, പെട്ടെന്നൊരു ന്യൂസ് വരികയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിനായിട്ട് ഇത്തരത്തിലൊരു പ്രലോഭനപരമായ സാധനം ഉണ്ടെന്ന് പറയുന്നത് മോളെ തന്നെ ആവണമെന്നില്ല. സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഇതിലിടയിൽ വീണു പോകുന്ന ഈയാമ്പാറ്റകളായിട്ടുള്ള കുറേ പേരുണ്ട്. അവരെക്കുറിച്ചും ആവാം. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ബിഗ് ബോസിൻ്റെ സീസൺ ഇപ്പോൾ 6 പറയുമ്പോൾ അല്ലെങ്കിൽ 5ാമത്തെ സീസൺ കഴിയുമ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻഡസ്ട്രിയായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വരാൻ പെൺകുട്ടികൾ ആഗ്രഹിക്കും. അവർ ഈ പറഞ്ഞ പോലെ ചിലരെ വിളിച്ചെന്ന് വരും, അതിനകത്ത് കള്ളനാണയങ്ങൾ കാണും, അവന്മാർ ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരും. ഇവർ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പോൾ ചിലപ്പോൾ അഖിൽമാരാർ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവർ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്നാൽ അവരുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു കാരണവശാലും ലീഗലായ കൃത്യമായ വഴിയിലൂടെ അല്ലാണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് ആരെങ്കിലും കയറി കിടന്ന് വിളിക്കരുത്. ഇനി അതല്ല എങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫീൽഡിൽ പരമാവധി നന്നായിക്കൊണ്ടേയിരിക്കുക, വിളി ഇങ്ങോട്ട് വന്നോളൂ. അതല്ലാണ്ട് നിങ്ങൾ ഇതൊരു ഭയങ്കര സംഭവമല്ല. ഇതിനകത്തോട്ട് തള്ളിക്കയറി പോയി നമ്മൾ അവിടെ ചെയ്ത് അതൊരു TV ഷോ. അപ്പോൾ ഈ TV ഷോയിൽ നിങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ TV ഷോയിലെ മറ്റൊരവസരം നിങ്ങൾ തേടി വരുമെന്ന്. അതിന് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളെന്ന് പറയുന്നത് ഇതുവരെ വന്നുപോയ കണ്ടസ്റ്റൻറ്റുകൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ശ്രമം ഒരുത്തൻ്റെ നിന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, എനിവേസ് താങ്ക്സ്. ചേട്ടൻ്റെ ബിസി വന്നപ്പോഴേ പറഞ്ഞ് നല്ല ബിസി തിരക്കുള്ള ഒരു ദിവസമാണ്. എന്നാലും നമുക്ക് വേണ്ടി ഒരു കുറച്ച് നിമിഷം. അത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെയും കൂടെ ആവശ്യമായിരുന്നു. ഒരുപാട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, പലരും മനസ്സിലാക്കിയില്ല. ഇന്നിപ്പോൾ പലരും അതിനെക്കുറിച്ച് ചർച്ചയെങ്കിലും ചെയ്യുന്നു. ഞാനിത് ഇനിയും പറയുന്നു. അതെ, എന്താണോ ഞാൻ കടന്നു പോയത്, എന്താണോ ഞാൻ കണ്ടത്, അത് അന്ന് അവിടെ പറഞ്ഞതിനാണ് ഞാൻ വല്ലാത്തൊരു ഇമേജിലോട്ട് പോയത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. താങ്ക് യു ചേട്ടാ.